ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓണ സ്പെഷ്യൽ വ്ളോഗുമായിട്ടാണ്. ഉത്രാടത്തിന് ഉച്ച മുതൽ തിരുവോണത്തിന് ഉച്ച വരെയുള്ള ഒരു ചെറിയ വ്ളോഗാണിത്. 22 ഐറ്റംസ് ഉള്ള ഒരു സദ്യയാണ് ഒരുക്കിയത്. എല്ലാം വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. എളുപ്പത്തിൽ എങ്ങനെയാണ് ആ സദ്യ തയ്യാറാക്കി എടുക്കുന്നതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പീസ് ഒന്നും കാണിക്കണില്ല. മിക്കവാറും എല്ലാം നേരത്തെ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പിന്നെ പൂക്കളം ഇടുന്നതും കുറച്ച് ഫോട്ടോസൊക്കെയാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കും. അപ്പോൾ വ്ളോഗിലോട്ട് പോവാം. അപ്പോൾ ദാ മണി ഉച്ചയ്ക്ക് ഒരു 2:30 ആയിട്ടുണ്ട്. ഞാൻ മോൾക്ക് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒന്ന് ലേറ്റായിട്ടാണ് എണീക്കാറ്, അതുകൊണ്ടാണ് ചോറ് ലേറ്റായിട്ട് കഴിക്കുന്നത്. വീട്ടിൽ കളിപ്പാട്ടങ്ങളൊക്കെ വാരി വെതറിയിട്ടൊക്കെയാണ്. അപ്പോൾ എല്ലാം പറക്കി വെച്ചിട്ട് അടിച്ച് വാരണം, എന്നിട്ട് നന്നായിട്ട് തുടച്ചിടണം, ബാൽക്കണിയൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് ശേഷം വേണം എനിക്ക് സദ്യക്കുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് ചെയ്തു വയ്ക്കാൻ. ഫുഡ് കൊടുത്തു കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാൻ പോവുകയാണ്. അതിന് മുന്നേ ഞാൻ ബോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കടലപ്പരിപ്പാണ്. 1-2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം, അപ്പോഴത്തേക്ക് കുതിർന്ന് കിട്ടും. നാളെ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉഴുന്നും അരിയും ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്ക് ഇതൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടും. 1/2 കപ്പ് ഉഴുന്ന് ഞാൻ സെപ്പറേറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ട്രിവാൻഡ്രം സ്പെഷ്യൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത ഓണത്തിനോ വിഷുവിനോ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പാത്രം കഴുകി കഴിഞ്ഞു. ഞാനിപ്പോൾ മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാധാരണ മാങ്ങ അച്ചാറൊക്കെ നേരത്തെ ഇട്ട് വയ്ക്കാറുള്ളതാണ്. ഇപ്രാവശ്യം അതിന് പറ്റിയില്ല. ഒരു ദിവസം മുന്നേ മാങ്ങ അരിഞ്ഞ് ഉപ്പിട്ട് വയ്ക്കും, എന്നിട്ടാണ് ഞാൻ അച്ചാർ ഇടാറുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും ഒരു 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ മാങ്ങ ഉപ്പിട്ട് വയ്ക്കാം. മാങ്ങയുടെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഈ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വൈകിട്ടാകുമ്പോഴേക്ക് ഇതിൽ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചു വരും. ഇനി മേശപ്പുറമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. ഇത് പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള വാഷിംഗ് ജെല്ലാണ്. അപ്പോൾ എനിക്ക് ഉപയോഗിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. നമ്മൾ പാത്രം കഴുകുന്ന വാഷിംഗ് ജെല്ല് പോലെ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ കൂടെ ചെറിയ ചെറിയ തരികളുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റൗവും സിങ്കും ഒക്കെ വാഷ് ചെയ്യാൻ നല്ല ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ ഞാൻ പുതിയ ചാനലിൽ ഇടാം കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടിച്ചു വാരി എല്ലാം പറക്കി നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, സമയം കിട്ടിയില്ല. ഇപ്പോൾ മണി 7:15 ആയിട്ടുണ്ട്. നേരത്തെ ഇട്ടിട്ടുള്ള അരിയും ഉഴുന്നൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അരച്ച് വയ്ക്കാൻ പോവുകയാണ്. സാധാരണ 6 മണിക്കൊക്കെ ഞാൻ അരയ്ക്കാറുള്ളതാണ്. ഇന്ന് ലേറ്റായി. 1/2 കപ്പ് ഉഴുന്നും അരച്ചെടുക്കാൻ പോവുകയാണ്. വടക്കൊക്കെ അരച്ചെടുക്കില്ലേ, അതുപോലെ വെള്ളം കുറച്ചിട്ട് അരച്ചെടുക്കും. ഇഡലിക്കും വടയ്ക്കും ഒക്കെ അരച്ചെടുത്തു. അതിനുശേഷം ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 7:45 ആയിട്ടുണ്ട്. ബോളിക്ക് വേണ്ടിയിട്ടുള്ള കടലപ്പരിപ്പും നേരത്തെ വേവിച്ചിട്ടു. ഇത് ഞാൻ വെക്കുന്നത് ഇഞ്ചിക്കറിയാണ്, ഇഞ്ചി പുളിയല്ല. ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി മാങ്ങ അച്ചാർ വെക്കണം. നാരങ്ങ അച്ചാർ നേരത്തെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. 2 ആഴ്ച മുന്നേ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം വടക്കറിക്ക് വേണ്ടിയിട്ടുള്ള വട ഉണ്ടാക്കിയെടുക്കുകയാണ്. സാധാരണ പോലെ വലിപ്പത്തിലല്ല ഉണ്ടാക്കുന്ന, ചെറിയ ചെറിയ വടകളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മാവ് അരച്ചതിന് ശേഷം ഉപ്പും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ വട ഉണ്ടാക്കിയെടുത്തു. ഇപ്പം ഞാൻ ബോളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇതും കൂടെ ചെയ്യുന്നുള്ളൂ, ബാക്കി നാളെ ചെയ്യുള്ളൂ. പച്ചക്കറി ഒന്നും അരിഞ്ഞു വെക്കുന്നില്ല, അതിനുള്ള സമയം എനിക്കില്ല. രാവിലെ കറി വയ്ക്കുമ്പോൾ കൂടെ തന്നെ പച്ചക്കറിയും അരിഞ്ഞെടുക്കും. അപ്പോൾ രാവിലെ എണീക്കണം, രാവിലെ ഇവിടെ ഓഫീസുണ്ട്. ഇപ്പം മണി 7:15 ആയിട്ടുണ്ട്. ഇന്നലെ അരച്ചു വെച്ച മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. സദ്യക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പച്ചക്കറിയും ഞാൻ ഫ്രിഡ്ജിൻ്റെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി തൊലിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ ഉള്ളി ഒന്നും നേരത്തെ തൊലിച്ച് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാറില്ല. എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളി നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ എപ്പോഴും ആവശ്യത്തിനുള്ള ഉള്ളി പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. സാമ്പാറൊക്കെ വേവിക്കുമ്പോൾ പരിപ്പ് കുക്കറിൽ വേവിക്കാനിടും. അത് വെന്ത് വരുമ്പോഴേക്കും ഞാൻ പെട്ടെന്ന് തന്നെ ഉള്ളിയും പച്ചക്കറികളും ഒക്കെ അരിഞ്ഞെടുക്കും. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇഡലി സാമ്പാറും ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് ശേഷം ഹസ്ബൻഡിന് ഓഫീസിൽ പോകണം. പോയതിന് ശേഷം മാത്രമേ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് സ്റ്റൗവിൽ 3 ബർണറുണ്ട്. അപ്പോൾ സാമ്പാറും ചായയൊക്കെ ഇടുന്ന സമയത്ത് തന്നെ ഞാൻ ക്യാബേജ് തോരനും രസവും കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 3 കറികൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പം മണി 9 ആയി. ഹസ്ബൻഡ് പോയി വാവയെ എടുപ്പിച്ച് കുളിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെറിയൊരു അത്തപ്പൂക്കളം തയ്യാറാക്കാൻ പോവുകയാണ്. ഇത് ഒരാഴ്ച മുന്നേ വാങ്ങിയ പൂവാണ്. നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നില്ലേ. 14 ദിവസം വരെ നമുക്ക് ഈ പൂവ് ഫ്രഷ് ആയിട്ട് തന്നെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പുതിയ ചാനലിൽ. അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കാണുക. അപ്പം വലിയ അത്തപ്പൂക്കളമൊന്നും അല്ല, ചെറിയൊരു അത്തപ്പൂക്കളം ഇടാൻ പോവുകയാണ്. കൂടുതലും അവളെ കൊണ്ട് തന്നെയാണ് ഇടിയിപ്പിച്ചത്.
സാധാരണ പ്രവാസികൾ ഒരു ഓണം തുടങ്ങിയാൽ അടുത്ത ഓണം വരെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഓണാഘോഷം തന്നെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ കൊറോണയും കൂടെ ആയതുകൊണ്ട് ആഘോഷങ്ങൾ എല്ലായിടത്തും കുറവാണ്. ഇപ്പം നമ്മൾ മാക്സിമം വീട്ടിൽ വെച്ചിട്ടാണ് ആഘോഷിക്കുന്നത്. സാധാരണ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒത്തുചേരാറുള്ളതാണ്. ഇപ്പം ചെറിയൊരു അത്തപ്പൂക്കളം ഇട്ടു. അപ്പം മോൾ TV കാണുമ്പോൾ ഞാൻ ബാക്കിയുള്ള കറികളൊക്കെ പെട്ടെന്ന് വയ്ക്കാൻ പോവാണ്. ഇപ്പം ഞാൻ വച്ചുകൊണ്ടിരിക്കുന്നത് കാളനാണ്. കായയും ചേനയും വെച്ചിട്ടുള്ള കാളൻ. അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 അടുപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ, ഒന്നിൽ ഞാൻ പാലട വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നിൽ ചോറ് വേവാനും വെച്ചിട്ടുണ്ട് കുക്കറിൽ. ഇത് 3 റെഡി ആകുമ്പോഴേക്കും ഞാൻ അടുത്തതിനുള്ള പച്ചക്കറികളും അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യുന്നതുകൊണ്ട് അധികം സമയം വേണ്ട, 4 മണിക്കൂറൊക്കെ മതി എനിക്ക് സദ്യ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് ഇളക്കാനൊന്നും മറന്നു പോകരുത്, എന്നാൽ അടി പിടിക്കും. ഞാൻ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് മധുരപ്പച്ചടിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റാണ്. 10 മിനിറ്റ് മതി. ഇപ്പം ഞാൻ ഇട്ടിട്ടില്ല. കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ പേരും പൈനാപ്പിൾ പച്ചടിക്കും പരിപ്പ് പ്രഥമനുമാണ് വോട്ട് ചെയ്തത്. അതുകൊണ്ട് മധുരപ്പച്ചടി ഇട്ടിട്ടില്ല. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഞാൻ മുന്തിരിങ്ങയും ചേർക്കും. ഇന്നലെ ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പ് പ്രഥമനാണ് വയ്ക്കുന്നത്. തിരുവനന്തപുരം സ്റ്റൈൽ സദ്യക്ക് കട്ടിപ്പരിപ്പല്ല വിളമ്പാറുള്ളത്, ഒഴിക്കുന്ന പരിപ്പാണ്. സാമ്പാറിന് മുന്നേ ചോറിൽ ആദ്യം വിളമ്പുന്നത് പരിപ്പാണ്. പരിപ്പ് കറിക്കും പരിപ്പ് പ്രഥമനും വേണ്ടിയിട്ടുള്ള പരിപ്പ് ഞാൻ ഒന്നിച്ച് തന്നെ കുക്കറിൽ വേവിച്ചെടുത്തു. അപ്പോൾ കുറച്ചെടുത്ത് പരിപ്പ് കറിക്ക് മാറ്റിയതിന് ശേഷം ബാക്കി പായസം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ശർക്കര നേരത്തെ ഉരുക്കി വെച്ചതുകൊണ്ട് എളുപ്പമാണ്. ഇനി തേങ്ങാപ്പാലും കൂടി ചേർത്താൽ മതി. ഇതിനിടയ്ക്ക് ഞാൻ മോരുണ്ടാക്കി. മോര് എളുപ്പമാണല്ലോ, 5 മിനിറ്റ് പോലും വേണ്ട. ഇപ്പോൾ പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നലെ വറുത്തെടുത്ത വട വെച്ചിട്ടുള്ള വടക്കറിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിലും താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ വെള്ളരിക്ക പച്ചടിയും ബീട്രൂട്ട് കിച്ചടിയും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന കറികളാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ പപ്പടമൊക്കെ വറുത്തെടുത്താൽ മതി. ബാക്കി എല്ലാം റെഡി ആയിട്ടുണ്ട്. ചിപ്സും ഉപ്പേരിയൊക്കെ ഞാൻ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. മണി 1:30 ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇനിയിപ്പം ഞാൻ വിളമ്പി കാണിക്കാം. എല്ലാം കൂടി 22 ഐറ്റംസ് ഉണ്ട്. തിരുവനന്തപുരം സദ്യയിൽ എല്ലാം ഒരു ഓർഡറിലാണ് വിളമ്പാറുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഓർഡറിൽ വിളമ്പുന്നതാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിലേ ഒരു സദ്യ കഴിച്ചെന്നുള്ളൊരു ഫീൽ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഓർഡർ കൂടി കാണിച്ചു തരാം. ആദ്യം ഉപ്പേരിയും ചിപ്സും പപ്പടവും പഴവും കൂടെ താഴെ സൈഡിലോട്ട് വയ്ക്കുക. ഇനി ഇഞ്ചി വിളമ്പാം. ഇഞ്ചി വിളമ്പിയതിന് ശേഷം സാധാരണ വടുകപ്പുളി നാരങ്ങ അച്ചാറാണ്. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ നാരങ്ങ അച്ചാർ വിളമ്പി. പിന്നെ മാങ്ങ അച്ചാർ. അത് കഴിഞ്ഞ് വെള്ളരിക്ക പച്ചടി, പൈനാപ്പിൾ പച്ചടി, ബീട്രൂട്ട് കിച്ചടി, മധുരപ്പച്ചടി, തോരൻ, അവിയൽ, വടക്കറി, കാളൻ, പിന്നെ ഓലൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. ബാക്കിയെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. ചോറ്, ബോളി, പരിപ്പ്, പിന്നെ സൈഡിൽ പഴം പുളിശ്ശേരി, സാമ്പാർ, 2 പായസം. രസം ഇതിലോട്ട് വച്ചിട്ടില്ല കേട്ടോ. മോര്. സാധാരണ തിരുവനന്തപുരത്തൊക്കെ ചോറിൻ്റെ കൂടെ ആദ്യം വിളമ്പുന്നത് പരിപ്പും നെയ്യുമാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സാമ്പാർ കഴിക്കാറുള്ളൂ. അപ്പോൾ സാമ്പാർ കൂട്ടി ചോറ് കഴിച്ചതിന് ശേഷം 2 or 3 പായസം കാണും. ബോളിയുടെ കൂടെ സേമിയ പായസം അല്ലെങ്കിൽ അരിപ്പായസമാണ് കോമ്പിനേഷൻ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അതല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, പാലടയാണ്. അപ്പോൾ മോൾക്ക് പാലട വേണമെന്ന് പറഞ്ഞുകൊണ്ട് പാലടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പായസത്തിൻ്റെ കൂടെ അല്ലാതെ ബോളി കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ആ പായസം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചോറിൻ്റെ കൂടൊപ്പം പഴം പുളിശ്ശേരി അല്ലെങ്കിൽ പൈനാപ്പിൾ പുളിശ്ശേരി. അത് കഴിഞ്ഞതിന് ശേഷം മോരും രസവും. ഇത് ഇത്രയും കഴിച്ച് കഴിയുമ്പം നമ്മൾ പായസം കുടിച്ചതിൻ്റെ ആ മത്തും അങ്ങ് പോവും. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി വീട്ടിലൊക്കെ വിളിക്കണം. അപ്പം നല്ല ക്ഷീണമുണ്ട്, കുറച്ച് റെസ്റ്റ് കൊടുക്കണം. ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.